ഷഫീദ് ചൂരൽമലയിൽ നിന്നാണ് ചേരുന്നത്. ഷഫീദ്, വളരെ ദുഷ്കരമായ ഒരു ദൗത്യത്തിൽ കൂടെയാണ് അവിടെ കടന്നു പോകുന്നത്. ഈ ചൂരൽമലയിലെ വേലിമലയിലാണ് ഷഫീദ് നിൽക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. അവിടെ ഏത് രീതിയിലാണ് ഇപ്പോൾ ഈ ദൗത്യം പുരോഗമിക്കുന്നത്? അല്പസമയം മുൻപുണ്ടായിരുന്നത് മുണ്ടക്കൈ ഭാഗത്തായിരുന്നു. അവിടെ നിന്ന് ഈ ഇന്നത്തെ തെരച്ചിലൊക്കെ അവസാനിപ്പിച്ച ആളുകൾ ഇങ്ങോട്ടേക്ക് ഇറക്കി തുടങ്ങിയിട്ടുണ്ട്, ആളുകൾ മടങ്ങി തുടങ്ങിയിട്ടുണ്ട്. അവിടെയാണ് രാഹുൽ ഗാന്ധി ആ ഭാഗത്തേക്കാണ്, അതിന് മുകളിലാണ് രാഹുൽ ഗാന്ധി എത്തിയിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് ഈ ചൂരൽമലയിൽ കാണാൻ കഴിയുന്ന ദൃശ്യങ്ങൾ ഇതാണ്. നമുക്ക് അറിയാം, ഈ സ്കൂളിന്റെ ഇപ്പുറത്തെ ഭാഗത്തൊക്കെ ഇന്ന് രാവിലെ മുതൽ തന്നെ വലിയ തരത്തിൽ തെരച്ചിൽ നടത്തുകയാണ്. തെരച്ചിൽ ഊർജിതമായി തുടരുകയാണ്. വലിയ പാറക്കല്ലുകൾ എടുത്ത് മാറ്റുന്നു. അതേപോലെ തന്നെ ഈ മണ്ണിനടിയിൽ ആരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടോ, പ്രത്യേകിച്ച് പുഞ്ചിരമട്ടത്തു നിറക്കം അല്ലെങ്കിൽ മുണ്ടക്കൈ നിറക്കം ഒഴുകിയെത്തിയ ആളുകൾ ഈ ഭാഗത്തേക്ക് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ, മണ്ണിനടിയിൽ പെട്ടിട്ടുണ്ടോ എന്നുള്ള തിരച്ചിലാണ് ഈ ചൂരൽമലയിൽ ഇപ്പോൾ നടക്കുന്നത്. ഏതാണ്ട് 1, 2, 3, 4, 5 ഏതാണ്ട് 10ഓളം ഹിറ്റാച്ചികൾ ഇവിടെ മണ്ണ് നീക്കുന്നുണ്ട് ഒരേ സമയം. നമുക്കറിയാം, അങ്ങനെ മൊത്തം ഏതാണ്ട് 40ഓളം ഹിറ്റാച്ചുകളാണ് ഈ പ്രളയവുമായി ബന്ധപ്പെട്ട പല മേഖലകളിലായി, പല സ്ഥലങ്ങളിലായി ഇപ്പോൾ മണ്ണ് നീക്കമടക്കമുള്ള കാര്യങ്ങൾ നടത്തുന്നത്. ഇപ്പോൾ ഏതാണ്ട് ഈ ഭാഗത്ത് കാലാവസ്ഥ കുഴപ്പമില്ല, പക്ഷേ മുണ്ടക്കൈ ഭാഗത്തേക്കൊക്കെ പതുക്കെ കോട ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല, മഴയടക്കം വീണ്ടും ചാരി തുടങ്ങിയിട്ടുണ്ട്. ഈ സാഹചര്യങ്ങൾ കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് ആ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഈ തിരച്ചിൽ ഒരു താൽക്കാലികമായി അവസാനിപ്പിക്കുന്നത്. അല്ലെങ്കിൽ NDRF സംഘത്തിൽ കുറച്ചുപേർ മാത്രമാണ് അവിടെ അവശേഷിക്കുന്നത്. പക്ഷേ ചൂരൽമലയിലെ ദൃശ്യങ്ങൾ കഴിഞ്ഞ മണിക്കൂറുകളൊക്കെ വിജയകുമാർ പറഞ്ഞതാണ്. ഈ പാലമുണ്ടായിരുന്ന സ്ഥലത്തിനും അല്ലെങ്കിൽ ഇപ്പോൾ ബെയിലി പാലമുള്ള സ്ഥലത്തിനും തൊട്ട് താഴേക്ക് ആ ഭാഗത്ത് ആ വീടുകളിൽ നിന്നടക്കം വലിയ തരത്തിൽ നാശനഷ്ടമുണ്ടായി. അതിനും അപ്പുറത്തേക്ക് ആളുകൾക്ക് മരണം സംഭവിച്ചു. അവിടെ നിന്നടക്കം ഇന്നലെ വൈകുന്നേരത്തോടെ മൃതദേഹമടക്കം എടുത്തുകൊണ്ട് പോകുന്നത് നമ്മൾ കണ്ടതാണ്. ഏതായാലും ഇന്നത്തെ ഈ പ്രത്യേക ആക്ഷൻ പ്ലാൻ അത് കുറച്ചധികം വർക്കൌട്ട് ചെയ്തു എന്ന് വേണം കരുതാൻ. കാരണം ഈ മേഖലകൾ 6 സെക്ടറുകൾ തിരിച്ചുകൊണ്ടുള്ള ആ ഒരു ആക്ഷൻ പ്ലാൻ അത് ഏതാണ്ടൊക്കെ വർക്കൌട്ട് ആയിട്ടുണ്ട്. കൂടുതൽ യന്ത്ര സാധനങ്ങൾ അത് നമുക്ക് ഈ മുണ്ടക്കൈ ഭാഗത്തേക്കും പുഞ്ചിരമട്ടം ഭാഗത്തേക്കും ഒക്കെ കൊണ്ടുപോകാൻ ഉണ്ട് എന്നുള്ളത് ഈ താൽക്കാലികമായി ഉള്ള തിരച്ചിൽ സംവിധാനത്തിൽ നമുക്ക് അല്ലെങ്കിൽ ഈ തിരച്ചിൽ സംവിധാനത്തിന്റെ മുന്നോട്ട് പോക്കിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ ഈ താൽക്കാലിക പാലം നമ്മൾ ആ ദൃശ്യങ്ങളിൽ കണ്ടതാണ്. ആർമി ഒരുക്കിയ താൽക്കാലിക പാലം. ആ താൽക്കാലിക പാലം ഇപ്പോൾ അവർ അത് എടുത്തു മാറ്റുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ അത് കൂടുതൽ സ്ട്രെങ്തൻ ചെയ്യാനടക്കം, കുറച്ചുകൂടി ഒന്ന് എടുത്തു മാറ്റിയതിനു ശേഷം കുറച്ചുകൂടി സ്ട്രെങ്തൻ ചെയ്യാനടക്കമുള്ള ഒരു നീക്കത്തിലേക്ക് അവർ പോകുന്നു എന്നുകൂടി നമുക്ക് കരുതേണ്ടിയിരിക്കുന്നു. ഏതായാലും വലിയ തരത്തിലുള്ള മഴ ഈ ഭാഗത്തുണ്ട്. കാലാവസ്ഥ നമുക്ക് ഒട്ടും അനുകൂലമായിരുന്നില്ല കഴിഞ്ഞ മണിക്കൂറുകളിൽ. മുണ്ടക്കൈ ഭാഗത്തൊക്കെ കാര്യമായ മഴ പെയ്യുന്നുണ്ടായിരുന്നു. ഈ വെള്ളത്തിന്റെ നിറം കണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ മലമുകളിൽ കാര്യമായിട്ടുള്ള മഴയുണ്ട്. അതാണ് ഈ വെള്ളം ഈ നിറത്തിൽ പോകുന്നത്. ഇന്ന് രാവിലെയൊക്കെ ഈ നിറത്തിലായിരുന്നില്ല വെള്ളം, കുറച്ച് തെളിഞ്ഞ വെള്ളമായിരുന്നു. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഇന്നത്തെ തെരച്ചിൽ അതിന്റെ ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിക്കൊണ്ടുള്ള തെരച്ചിൽ നമുക്ക് കുറച്ചധികം മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഹഷ്മി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഈ മൃതദേഹങ്ങൾ കണ്ടെത്തുക എന്നുള്ളത്. അതിനപ്പുറത്തേക്ക് കാണാതെ പോയ മനുഷ്യർ ജീവിച്ച് തിരികെ വരുന്ന സാഹചര്യം അത് ഇന്ന് നമ്മൾ എവിടെയും ആ രീതിയിൽ കണ്ടിട്ടില്ല എന്നുള്ളതും ഏറ്റവും പ്രധാനമായി നമ്മൾ എടുത്ത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ക്രിസ്റ്റീന, ഹാഷ്മി. ശരി, എന്തായാലും ബെയിലി പാലത്തിലൂടെ ഇപ്പോൾ മറുകരയിൽ നിന്നും നേരത്തെ പോയ രക്ഷാപ്രവർത്തകർ ആ സംഘം ഇപ്പുറത്തെ കരയിലേക്ക് എത്തുകയാണ്, ചൂരൽമലയിലേക്ക് എത്തുകയാണ്. അത് ഏതാണ്ട് ഇന്നത്തെ തെരച്ചിൽ ആ മേഖലയിൽ അവസാനിപ്പിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നദിയിലെ ജലനിരപ്പ് താഴ്ന്നിരിക്കുന്നു. അവിടെ ഇപ്പോൾ വലിയ ഒഴുക്കില്ല എന്നത് ആശ്വാസ വാർത്തയാകുന്നുണ്ട്. പക്ഷേ അപ്പോഴും ഈ കാണാതെ പോയവർ അപ്പോൾ എവിടെയാണ്? ഇപ്പോഴും ഇനിയും ഏതൊക്കെ ഇടങ്ങളിലേക്ക് ഈ പരിശോധന വ്യാപിപ്പിക്കേണ്ടതുണ്ട്? മണ്ണിനടിയിൽ പൂണ്ടുപോയ നിലയിൽ ഇനിയും എത്ര പേർ ഉണ്ട് എന്നൊക്കെയുള്ള ആദ്യമുള്ള ചോദ്യങ്ങൾ ബാക്കിയാവുകയാണ് ഈ 4-ാം ദിവസവും.